നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത് 2 സംഖ്യകളാണ്. അതിലൊന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 50ഉം രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 74ഉമാണ്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ഒന്നാമത്തെ സംഖ്യ 50ഉം രണ്ടാമത്തേത് 74ഉമാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നാൾക്കുനാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്തെല്ലാം കഷ്ടതകൾ കടന്നു വന്നാലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതങ്ങളിലുണ്ടെങ്കിലും അതൊക്കെ മാറ്റുവാനായിട്ട് സർവീശ്വരൻ നിങ്ങളെ സഹായിക്കുമെന്ന് ആത്മാർത്ഥമായി ഉറച്ചു വിശ്വസിക്കുക. നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 50 എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. ജീവിതത്തിൽ വളരെയധികം പ്രതീക്ഷകളോടുകൂടി ജീവിക്കാൻ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ. വളരെയധികം കഠിനാധ്വാനികളാണ്. ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും 100% വിജയം സ്വപ്നം കാണുന്ന വ്യക്തികളാണ്. എല്ലാവർക്കും നന്മയുണ്ടാകണമെന്ന ആഗ്രഹത്തിന് പുറത്ത് ജീവിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ചുറ്റുമുള്ളവരെ തള്ളിക്കളയുന്നതോ അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്നതോ ആയ ഒരു ശീലങ്ങളും നിങ്ങളുടെ ജീവിതത്തിലില്ല. എപ്പോഴും അവരെ ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ ഒന്നും ആരെയും മറക്കുന്ന വ്യക്തികളല്ല നിങ്ങൾ. അത്രത്തോളം സന്തോഷവും സമാധാനവും ഒക്കെ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കുറച്ചധികം പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥകളുണ്ട്. അതെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ സാമീപ്യം നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയ വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ മറ്റാർക്കൊക്കെയോ ഇന്ന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ചുമതലകളും ബാധ്യതകളും നിങ്ങൾ നിർവഹിക്കേണ്ടതായി വരുന്ന സാഹചര്യം. ആർക്കും നിങ്ങളുടെ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നിങ്ങളുടെ അവസ്ഥകളോ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രത്തോളം വേദനയോടുകൂടി കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ എപ്പോഴാണ് ഈ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുക, ജീവിതത്തിലൊരു സമാധാനം നേടിയെടുക്കാൻ കഴിയുക എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വരുന്ന കുറച്ച് ദിവസത്തിനകം തന്നെ അത് യാഥാർത്ഥ്യമാകുവാൻ പോകുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുക. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തികൾക്ക് വേണ്ടി ഇന്നും ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ജീവിതത്തിനൊരു പരിപൂർണ അർത്ഥത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങളെ വിഷമിപ്പിച്ചതായ ഒരുപാട് വ്യക്തികളുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളുണ്ട്. നിങ്ങളിൽ നിന്ന് നല്ല ദാനങ്ങളെ തട്ടിയെടുക്കാൻ ആഗ്രഹിച്ച വ്യക്തികളുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പേർ ഇന്നും നിങ്ങളുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നാൽ അവർക്കൊക്കെ തക്കതായ കർമ്മഫലം ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് വിഷമതകൾ അനുഭവിച്ച വ്യക്തികളാണ് നിങ്ങൾ. ആരോടും തുറന്നു പറയാൻ കഴിയാതെ, അല്ലെങ്കിൽ ഒന്നും തന്നെ വെളിപ്പെടുത്തുവാൻ കഴിയാതെ വളരെയധികം മനോവിഷമതകൾ അനുഭവിച്ച വ്യക്തികൾ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടം മാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഉപരി ലഭിക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങളെ ഉപേക്ഷിച്ച് പോയവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ അഭിമാന നിമിഷങ്ങളെ കണ്ട് ആസ്വദിക്കുന്ന കാര്യങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ജീവിക്കുക. ആത്മാർത്ഥമായി കഠിനമായി അധ്വാനിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ ഒരിക്കലും നിങ്ങളെ കൈവിട്ട് കളയുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക തന്നെ വേണം. ഒരുപാട് സ്ഥലങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ അപമാനിതരായി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ഈശ്വരൻ നിങ്ങളെ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കേണ്ട. അത്രയധികം അനുഗ്രഹം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം ഒരിക്കലും കൈവിട്ട് കളയരുത്. വളരെയധികം അഭിമാനത്തോടുകൂടി ജീവിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കി തരും. അപ്പോൾ ഇതാകുന്നു ഒന്നാമത്തെ ചിത്രമായ 50 എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഇനി രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, 74 എന്ന സംഖ്യയാണ്. വളരെയധികം പ്രാധാന്യമുണ്ട് ഈ 74 എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക്. അതായത്
ജീവിതത്തെ പോരാടി ജയിച്ച വ്യക്തികളെന്ന് വളരെ വ്യക്തമായിട്ട് പറയുവാനായിട്ട് കഴിയും. കടഭാരങ്ങളും കഷ്ടതകളും രോഗങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും ആരെയും അറിയിക്കുവാനായിട്ട് താല്പര്യമില്ല, സ്വയം ഉരുകി ജീവിക്കുവാനായിട്ട് വിധിക്കപ്പെട്ട വ്യക്തികളാണ്. അപ്പോഴും എവിടെയാണൊന്ന് ജീവിത സാധ്യതയുള്ളത് എന്ന് തിരിഞ്ഞു നോക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അത്രത്തോളം ഈശ്വരാനുഗ്രഹവും ദൈവികാനുഗ്രഹവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരിക തന്നെ ചെയ്യും. ഒരിക്കലും നിങ്ങളുടെ വിശ്വാസവും ആത്മാർത്ഥതയും ഒന്നും നഷ്ടപ്പെടുത്തരുത്. ആ ഒരു വിശ്വാസതയും ആത്മാർത്ഥതയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കുവാനായിട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. പലപ്പോഴും നിങ്ങൾ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, എന്തിനാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്, ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോ, ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പലതവണ നിങ്ങൾ ചിന്തിച്ചു പോയ നിമിഷങ്ങളുണ്ട്. എപ്പോഴും നിങ്ങളെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെ മാറ്റി നിർത്തിയ വ്യക്തികളാണ് കൂടുതലും നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. എന്നാൽ അവർക്കൊക്കെ വേണ്ടി എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അവരെ നല്ല ദാനങ്ങൾ, അവരുടെ ജീവിതത്തിലെ പല അവസ്ഥകൾ, അവരുടെ കഷ്ടപ്പാടുകളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മാറണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ തീർച്ചയായിട്ടും ഈ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാക്കും. ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ തളരരുത്. ജീവിതത്തിൽ ആത്മവിശ്വാസം ഉണ്ടായാൽ മാത്രമേ ജീവിതത്തിൽ ഒരു അനുഗ്രഹം സാധ്യമാകൂ എന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറി ജീവിതത്തിൽ ഒരു ശുഭദിനം കടന്നു വരുമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുക. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ജീവിതത്തിൽ ഉയർച്ച സാധ്യമാകണമല്ലോ. അതിനായിട്ട് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് തരം പ്രവൃത്തിയാണെങ്കിലും അത് തുടർച്ചയായിട്ട് ചെയ്യുവാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് എന്നും കടഭാരമാണ്, എന്നും കഷ്ടതയാണ്, പക്ഷേ അതിനൊന്നും നിങ്ങളൊരു പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും അതിന് വളരെയധികം നെഗറ്റിവിറ്റികൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ജീവിതം നശിക്കുവാനായിട്ട് അത് വളരെയധികം കാരണക്കാരാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പലപ്പോഴും പേർ പറയുന്നുണ്ട്, ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, അത്രയധികം വിഷമങ്ങളാണ് ഓരോ ദിവസവും അനുഭവിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും മനസ്സിലാകാത്ത തരത്തിൽ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഇതൊക്കെയാകുന്നു. ഈ 2 ചിത്രങ്ങൾ തിരഞ്ഞെടുത്തവരെയും മറ്റു വ്യക്തികളെയും ഒക്കെ ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.